നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 7, 2026 ചൊവ്വ. അങ്ങനെ ഈ മാസത്തെ ആദ്യ വീക്ക്ലി എക്സ്പയറിയിൽ തന്നെ 17 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നിഫ്റ്റിക്ക് 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തൽഫലമായി തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടം നിലനിർത്തുവാനുമായി താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ കരാറിൽ നിന്നും ഇറാൻ പിൻവലിച്ചതിനെ തുടർന്ന് ഇന്ന് ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമായിരുന്നതും. എങ്കിലും ഉച്ചതിരിഞ്ഞ് മാർക്കറ്റിനെ ശക്തിയാർജിക്കുവാനും സാധിച്ചു. തൽഫലമായി ഇന്ന് നിഫ്റ്റിക്ക് 155 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി കഴിഞ്ഞ മാസം മാർച്ച് 20 ശേഷം 23,123 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 509 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും, എന്നാൽ ഇന്ന് നിഫ്റ്റി ബാങ്ക് പുറകോട്ട് നിന്നെങ്കിൽ കൂടിയിട്ടും 107 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1926 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം 1053 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. വിപ്രോ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, HCL ടെക്നോളജീസ്, TCS, ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറിയപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ലാബോറട്ടറീസ്, അദാനി എന്റർപ്രൈസസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, അപ്പോളോ ഹോസ്പിറ്റൽസ്, അദാനി പോർട്സ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. കൺസ്യൂമർ ഡ്യൂറബിൾസ്, PSU ബാങ്ക് മേഖലകളെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാ മേഖലകൾക്കും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി നിഫ്റ്റി ITക്ക് ഇന്ന് 2.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ മെറ്റൽ ഇൻഡെക്സിന് 1.5%, റിയാലിറ്റിക്ക് 1.7%, മീഡിയയ്ക്ക് 1% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം ബോർഡർ മാർക്കറ്റ്സുകളിൽ നിന്നും ന്യൂട്രലായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.3% നേട്ടം കൈവരിക്കുവാനായപ്പോൾ സ്മോൾ ക്യാപ്പിന് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. നേരിയതാണെങ്കിലും ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും $ഡോളറിനെതിരെ 6 പൈസയുടെ നേട്ടത്തോടുകൂടി ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് തുടർച്ചയായി 3 ട്രേഡിംഗ് സെഷനുകളിൽ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് നേട്ടം നിലനിർത്തുവാനുമായി ടാറ്റ സ്റ്റീല് Q4 അവരുടെ ബിസിനസ് അപ്ഡേറ്റ് ഇന്ന് റിലീസ് ചെയ്തപ്പോൾ ഇന്ത്യയിലെ പ്രൊഡക്ഷനിൽ 15% ഉയർച്ച ഇയർ ഓൺ ഇയർ ബേസിസിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇറാനെതിരായിട്ടുള്ള ട്രംപിന്റെ ഡെഡ് ലൈൻ അവസാനിക്കുവാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഗ്ലോബൽ മാർക്കറ്റിലാകമാനം പോസിറ്റിവിറ്റി തന്നെയാണ് അനുഭവപ്പെടുന്നതും. ട്രംപിന്റെ 15 നിർദ്ദേശങ്ങൾ ഇറാൻ തള്ളിക്കൊണ്ട് പുതിയ 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ അമേരിക്ക പാലിക്കുവാൻ തയ്യാറായാൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാമെന്നുള്ള പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്ത് വരികയും ചെയ്തു. രാവിലെ നമ്മൾ കണ്ട പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട 45 ദിവസത്തെ വെടിനിർത്തലല്ല ഇറാന് വേണ്ടത്, ശാശ്വതമായിട്ടുള്ള വെടിനിർത്തലാണ് ഇറാൻ ആഗ്രഹിക്കുന്നതുമെന്നുള്ള പ്രസ്താവന അവരുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ രൂക്ഷമായി തന്നെ തുടർന്നുകൊണ്ടുമിരിക്കുന്നുണ്ട്. ഇന്ത്യൻ സമയം നാളെ രാവിലെയോടുകൂടി ട്രംപിന്റെ ഡെഡ് ലൈൻ അവസാനിക്കുന്നതുകൊണ്ട് തന്നെ നാളെ രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ ഇനിയും സമയം നീട്ടി നൽകുമോ ഇല്ലയോ, അല്ലെങ്കിൽ ആക്രമണം രൂക്ഷമാക്കുകയില്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ടും സാധിക്കും. എന്തൊക്കെയായാലും നാളെ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതിന് മുന്നോടിയായിട്ടും കൂടാതെ ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം നോക്കിക്കാണുന്ന ട്രംപിന്റെ ഡെഡ് ലൈൻ അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയത് ഇന്ന് രാവിലെ ഉയർച്ച രേഖപ്പെടുത്തിയിരുന്ന ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ ഇന്ന് ഇന്ത്യ വിക്സിനും നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും 3% കൂൾ ഓഫ് ആകുവാനും സാധിച്ചു. തൽഫലമായി 25 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ടും ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. ഇതുകൂടാതെ ഇന്ന് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറോടനുബന്ധിച്ച വോൾട്ടാലിറ്റിയെ തുടർന്ന് മാർക്കറ്റിൽ നിന്ന് റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആയിരുന്നു കാണുവാനായിട്ട് സാധിച്ചിരുന്നതെങ്കിലും അവസാന മണിക്കൂറിലെ ശക്തമായ കുതിപ്പിനെ തുടർന്ന് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇതിനു പുറമെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് തുടർച്ചയായി 3ാമത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ ഡോളറിനെതിരെ സ്റ്റെബിലൈസ് ചെയ്ത് നിലനിൽക്കുവാൻ സാധിച്ചതും ഇന്ത്യൻ മാർക്കറ്റിനും ഗുണം ചെയ്തു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ US ഡോ ജോൺസ് ഫ്യൂച്ചറും 100 പോയിന്റുകളുടെ അഥവാ 0.5% നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോളി വീക്കിനോടനുബന്ധിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റ്സ് ഇന്ന് വ്യാപാരം പുനരാരംഭിച്ചു. 3 യൂറോപ്യൻ മാർക്കറ്റ്സും നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. UK മാർക്കറ്റ് 0.5%, ഫ്രാൻസ് മാർക്കറ്റ് 1.25%, ജർമ്മൻ മാർക്കറ്റ് 0.25% നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ സിംഗപ്പൂർ, ഹോങ്കോങ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെ വില
$109.16 per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $112.95 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4,677.54 per ബാരൽ എന്ന നിലയിലായിട്ട് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HCL ടെക് ഫ്ലോറിഡയിൽ 120 ജീവനക്കാരെ പിരിച്ചുവിടുവാനായിട്ട് കമ്പനിയുടെ യുഎസിലെ അനുബന്ധ സ്ഥാപനം പദ്ധതികൾ ആരംഭിച്ചു. ഹാവൽസ് ഇന്ത്യ ഏപ്രിൽ 22 കമ്പനി Q4 റിസൾട്ടുകൾ റിലീസ് ചെയ്യും. ഡൈനാകോൺസ് സിസ്റ്റംസ് ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിൽ നിന്ന് 25 കോടി രൂപയുടെ ERP പ്രോജക്ട് കമ്പനിക്ക് ലഭിച്ചു. KRN ഹീറ്റ് എക്സ്ചേഞ്ചർ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിന് ഹീറ്റ് എക്സ്ചേഞ്ചർ കോയിൽസിന്റെ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏകദേശം 55 കോടി രൂപ മൂല്യം വരുന്ന ഓർഡർ ലഭിച്ചു. KP ഗ്രീൻ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് നാഷണൽ ഓട്ടോമോട്ടീവ് ടെസ്റ്റ് ട്രാക്കുകളിൽ WBeam H1 ക്രാഷ് ടെസ്റ്റ് വിജയകരമായി കമ്പനി പൂർത്തീകരിച്ചു. കൊട്ടാക് മഹേന്ദ്ര ബാങ്ക് ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഛത്തീസ്ഗഡ് തട്ടിപ്പ് അന്വേഷണത്തിൽ ED കേസ് രജിസ്റ്റർ ചെയ്തു. ബ്ലൂ സ്റ്റാർ ഈയിടയ്ക്ക് കമ്പനി അവരുടെ പ്രോഡക്റ്റില് 13% വിലവർദ്ധനവ് നടപ്പിലാക്കിയിരുന്നു. എന്നാൽ വരുന്ന റിപ്പോർട്ട്സുകൾ പ്രകാരം വിലവർദ്ധനവിനെ തുടർന്ന് വേനൽക്കാലത്തിന്റെ ആരംഭത്തില് സെയിൽസില് വീക്ക്നെസ് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. സമ്മാൻ ക്യാപിറ്റൽ 34.17 കോടി ഓഹരികൾ വാങ്ങുന്നതിനായിട്ടുള്ള ഒരു ഓപ്പൺ ഓഫർ കമ്പനി പ്രഖ്യാപിച്ചു. ഓഫർ വില 139 രൂപ per ഷെയർ എന്ന നിലയിലായിട്ടാണ് കമ്പനി നിശ്ചയിച്ചിരിക്കുന്നതും. സെർവോടെക് റിന്യൂവബിൾ 60 കിലോ വാട്ട്സിന്റെ 375 യൂണിറ്റുകളുടെയും 120 കിലോ വാട്ട്സിന്റെ 48 യൂണിറ്റുകളുടെയും EV ചാർജേഴ്സിനായിട്ടുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.